നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് രാഹുൽ. നമ്മളെ ചാനലിയുടെ പേര് ഫ്രാപ്പർ അക്വ മലയാളം. ഈ വീഡിയോയിൽ നമ്മൾ കവർ പേജ് കണ്ട പോലെ ഒരു ഫ്ലവർ ഓൺ ടാങ്ക് സെറ്റപ്പിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ ടാങ്ക് സൈസ്, ഫിൽട്രേഷൻ, ലൈറ്റിംഗ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഈ വീഡിയോ കയറുന്നതിന് മുമ്പ് എനിക്കൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയണം. എന്താ വെച്ചാൽ ഫ്ലവർ ഓണിനെ പറ്റി. ഫ്ലവർ ഓൺ ഒരു ഭയങ്കര ആക്റ്റീവ് ഫിഷാണ്. ആക്റ്റീവ്, നമ്മളൊരു നായ്ക്കുട്ടീനെ പോലെ ഇങ്ങനെ കളിക്കും. പക്ഷെ അതിന് കുറച്ച് സ്ഥലം വേണം. കുറേ പേര് ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ചെറിയൊരു മീൻ ചെറിയൊരു ടാങ്കിൽ വെക്കും. പക്ഷേ ഈ മീൻ നല്ലോണം വേഗം വലുതാവും. ഇത് ഫ്ലവർ ആണ് പറഞ്ഞാൽ ഒരു മോൺസ്റ്റർ ഫിഷിൻ്റെ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു മീനാണ്. അപ്പോൾ അതിന് വേണ്ട സ്ഥലം നമ്മൾ കൊടുക്കണം. അത് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വളരെ മോശമായ ഒരു ഒരു ബാഡ് തിങ് ആണ്. അതുകൊണ്ട് ഫ്ലവർ ഓൺ വെക്കുന്നതിന് മിനിമം ഒരു 3 അടി ടാങ്ക് നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്താ വെച്ചാൽ അപ്പോഴാണ് അതിനൊരു ഓടി നടക്കാൻ കുറേ സ്ഥലവും പിന്നെ അതിൻ്റെ കളേഴ്സ് എല്ലാം അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ത്രൂ ഔട്ട് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടാങ്ക് സെറ്റപ്പ് വെച്ചിട്ട് വേണം നിങ്ങൾ ഫ്ലവർ ഓൺ വാങ്ങിക്കേണ്ടത്, പ്ലാൻ ചെയ്യണം. എന്താ വെച്ചാൽ ഏത് മീനായാലും അതിനുള്ള സ്ഥലം കൊടുക്കണം. അപ്പോഴേ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളറും അതിൻ്റെ ഒരു ബിഹേവിയറൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കയറാം. ഈ ടാങ്കിൽ നമ്മൾ യൂസ് ചെയ്ത 10mm ഗ്ലാസ് ആണ്. ഇത് അവസാനം കട്ട് ചെയ്തിട്ട് നമ്മൾ പോളിഷ് എല്ലാം ചെയ്തിട്ട് ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ കടയിലേക്ക് കൊണ്ടുപോയിട്ട് ടാങ്ക് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ഓഫീസിലോട്ട് കൊണ്ടുപോകണം. ഇതാണ് ഇപ്പോഴത്തെ ആദ്യത്തെ പരിപാടി. ഇപ്പോൾ ടാങ്കെല്ലാം ഉണ്ടാക്കി നമ്മൾ ഓഫീസിലോട്ട് കൊണ്ടുവന്നു. നല്ല വലുതായിട്ടുണ്ട്. നമ്മൾ ബഡി ഫ്ലവർ ഓണിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സൈസാണിത്, 3 അടീൻ്റെ ടാങ്ക്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനൊരു വിനൈൽ സ്റ്റിക്കർ ഒട്ടിക്കണം. നമ്മളൊരു ബ്ലൂ കളർ വിനൈലാണ് പ്ലാൻ ചെയ്തത്. ബാക്ക് സൈഡ് ഗ്ലാസ്സിനും ബോട്ടം ഗ്ലാസ്സിനും മാത്രം. ബാക്കി 3 സൈഡ് ഓപ്പൺ ആയിരിക്കും. ഇവിടെ ഓഫീസിൽ ഈ തെർമോക്കോൾ വെച്ച സ്ഥലത്താണ് ടാങ്ക് വെക്കേണ്ട സ്ഥലം. അപ്പോൾ ഇനി നമ്മൾ വിനൈൽ സ്റ്റിക്കർ പരിപാടി തുടങ്ങണം. വിനൈൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പേ നമ്മൾ ഗ്ലാസ് നല്ലോണം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ചില സമയം നമ്മൾ എക്സസ് സിലിക്കോൺ ഉണ്ടാവും. ഈ ബാക്ക് ഗ്ലാസ് എസ്പെഷ്യലി ഇൻ ദ ബോട്ടം ഏരിയയിലെല്ലാം സിലിക്കോൺ എക്സസ് ഉണ്ടാവും. അത് നമ്മളൊരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യണം. എന്താ വെച്ചാൽ ആ സ്ഥലത്ത് സിലിക്കോൺ ഉണ്ടെങ്കിൽ സ്റ്റിക്കർ ഒട്ടത്തില്ല. അതുകൊണ്ട് ഒരു നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് ക്ലീൻ ഔട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിനൈൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പേ. സോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മളൊരു ബ്ലൂ കളർ വിനൈലാണ് യൂസ് ചെയ്തത് ഇതിന്. അപ്പോൾ നമ്മൾ വിനൈൽ സ്റ്റിക്കർ എങ്ങനെ ഒട്ടിക്കും അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇംഗ്ലീഷ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ എന്തായാലും മലയാളത്തിലും ഡബ് ചെയ്യുന്നുണ്ടാവും. ഇട്ടിട്ട് ഈ ചാനലിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ നടുവിൽ നമ്മൾ ഫ്രാപ്പർ അക്വ ലോഗോ ഒന്ന് സെറ്റാക്കി കുറച്ച് ബ്രാൻഡിങ് എല്ലാം വേണമല്ലോ, അതല്ല അതിൻ്റെ ഒരു രസം. സോ നമ്മൾ വിനൈൽ ഒട്ടിക്കുന്നതിന് മുമ്പേ നമ്മളെപ്പോഴും ഒരു ഷാംപൂ വാട്ടർ ഇട്ടിട്ടാണ് ഒട്ടിക്കുക. അതുകൊണ്ട് നമ്മൾ സെൻറ്ററെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നമ്മളൊരു നിങ്ങളടുത്ത് ഒരു പഴയ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഇതിൻ്റെ പേരുണ്ട് ഒരു സാധനം, സ്ക്വീസർ എന്ന് പറയും ഇതിനെ കൊണ്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സാധനം വെച്ചിട്ട് അതിൻ്റെ ഉള്ള വെള്ളമെല്ലാം ഒന്ന് പുറത്താക്കണം. വെള്ളം പുറത്താക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. ഇല്ലെങ്കിൽ ആ ബബിളുടെ സാധനം നമ്മൾ ഫ്രണ്ടിൽ കാണുമ്പോൾ അത് കാണും. അതുകൊണ്ട് അത് ഒരു ഫ്ലാറ്റ്സ് ഐറ്റം വെച്ചിട്ട് ഈ വെള്ളമെല്ലാം പുറത്താക്കണം. ഫൈനലി ടാങ്ക് നല്ലോണം അടിപൊളിയായി സെറ്റപ്പിലായിട്ട് നമ്മൾ താഴെ വെച്ചിട്ട് ഒന്ന് ലീക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് വെള്ളം നിറച്ച് കഴിഞ്ഞപ്പോഴാണ് പണി കിട്ടിയത്. 80% വെള്ളം നിറച്ചപ്പോഴത്തേക്ക് സംഭവം ലീക്കായി, ഓഫീസ് മുഴുവൻ വെള്ളമായി. അപ്പോൾ ഈ ഹോബിയിൽ ഇതൊക്കെ നടക്കും. കുറേ വെള്ളം പോയി. നമ്മൾ ആ സൈഡിൽ നിന്ന് സിലിക്കോൺ വിട്ട് വന്നുപോയി. അതുകൊണ്ട് ഫുൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഓഫീസിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീനിൽ ഈ ഗ്ലാസ് ഒന്ന് ഓപ്പൺ ആയിപ്പോയി ഒരു കോർണറിൽ. ഫൈനലി അത് പിന്നെയും എല്ലാം ഗ്ലാസ് എല്ലാം കഴിച്ചു, എല്ലാം സിലിക്കോണെല്ലാം ചെയ്തു. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ലീക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡോറിൻ്റെ അടുത്ത് തന്നെ വെച്ച് ഇപ്രാവശ്യം പിന്നെയും ടെസ്റ്റ് ലീക്കായാൽ വെള്ളം അങ്ങനെ പുറത്ത് പോകാമല്ലോ. അതുകൊണ്ട് ഡോറിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ ലീക്ക് ടെസ്റ്റ് ചെയ്തു. ലീക്ക് ടെസ്റ്റെല്ലാം ചെയ്തു, എല്ലാം പ്രശ്നമില്ല. 2-3 ദിവസമെല്ലാം അങ്ങനെ വെച്ചു. പിന്നെ അവസാനം ഫൈനലി നമ്മളെ ടാങ്ക് നമ്മൾ ടേബിളിൻ്റെ മുകളിൽ കയറ്റി വെച്ചു. പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഫിൽട്രേഷൻ്റെ കാര്യം. സ്പോഞ്ച് ഫിൽറ്റർ ആണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്തത്. ഇതൊരു സ്പ്ലിറ്ററാണ്, ഞാൻ ആമസോണിൽ വാങ്ങിച്ചതാണ്. ഇത് നല്ലൊരു സാധനം. നമ്മളൊരു സിംഗിളായിട്ടുള്ള ഒരു എയർ പമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രഷർ, നമുക്ക് ഓരോരോ പൈപ്പിലോട്ട് പോകുന്ന പ്രഷർ ഇതിനകത്ത് തന്നെ വാൽവ് എല്ലാം വരും. അപ്പോൾ അത് യൂസ് ചെയ്യാൻ നല്ലതാണ്. യൂസ് ചെയ്ത ലൈറ്റ് വന്നിട്ട് ADSൻ്റെ ഒരു സിമ്പിൾ ലൈറ്റാണ്. ഈ പണ്ട് വാങ്ങിച്ചപ്പോൾ ADS ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട്. വൈറ്റ് ലൈറ്റാണ് ഇതിൻ്റെ. സിമ്പിൾ സംഭവമാണ്. നല്ലൊരു ലൈറ്റ് കിട്ടും. എന്താ വെച്ചാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇതിൽ ഒരു ബ്ലൂ കളർ ഫീൽ കണ്ടില്ല, നല്ലൊരു ഫീലാണ് നമ്മൾ ഈ ലൈറ്റിന് കിട്ടുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഏത് ടാങ്ക് ആയാലും ഒരു തെർമോമീറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ടാങ്കിൻ്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ. എന്താ വെച്ചാൽ തെർമോമീറ്റർ ഇല്ലാണ്ട് നമുക്ക് ഫിഷിൻ്റെ ഹെൽത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫൈനലി നമ്മൾ എയർ പമ്പിൽ നിന്ന് സ്പ്ലിറ്റർ കണക്ട് ചെയ്തു. ഓരോ ഔട്ട്പുട്ട് നമ്മൾ എയർ സ്റ്റോണിലോട്ട് ഇട്ടു. മറ്റേ വന്നിട്ട് നമ്മൾ
സ്പോഞ്ച് ഫിൽറ്ററിലോട്ട് ഇടേണ്ട പ്ലാനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ സ്പ്ലിറ്ററിന് ഞാൻ മുമ്പേ കാണിച്ച സാധനം. ഒരു കണക്ഷൻ എയർ പമ്പിലോട്ടിട്ടു, മറ്റേതിപ്പോൾ നമ്മൾ സ്പോഞ്ച് ഫിൽറ്ററിലോട്ട് ഇട്ടിട്ട് സെറ്റാക്കി. എന്നിട്ട് സ്പോഞ്ച് ഫിൽറ്ററിന് വെള്ളത്തിൻ്റെ അകത്തിട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വാൽവ് ഉള്ളതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് വരുന്ന പ്രഷർ നമുക്കതിൽ സെറ്റാക്കാൻ പറ്റും. ഇതിന് മുകളിൽ ഫ്രണ്ട് ടോപ്പിൽ ഒരു 1 ഇഞ്ചിൻ്റെ ഒരു ബ്ലാക്ക് കളർ സ്ട്രിപ്പ് ഒട്ടിച്ചു. ഒന്നുമില്ല, ഒരു കാണാൻ രസമുണ്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഒട്ടിച്ചു. ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്തത് നമ്മൾ ആൽബിനോ പ്ലക്കോ ആണ്. ആൽബിനോ പ്ലക്കോസ് ഒരു നല്ലൊരു മീനാണ് ഈ വലിയ ടാങ്ക്സിലെല്ലാം അത് ഇടാൻ. എന്താ വെച്ചാൽ അവർ ഗ്ലാസ് ക്ലീനിങ്ങിൻ്റെ പരിപാടീസ് എല്ലാം അവർ നല്ലോണം നോക്കിക്കോളും. എസ്പെഷ്യലി സിലിക്കോണിൻ്റെ കോർണറും പിന്നെ ഗ്ലാസിൻ്റെ സൈഡ്സ് എല്ലാം നല്ലോണം അവർ ക്ലീൻ ചെയ്യും. അതുകൊണ്ട് ഒരു ആൽബിനോ പ്ലക്കോ എൻ്റെ ഓൾറെഡി ടാങ്കിൽ ഉണ്ടായിരുന്ന ഒരു മീനാണ് വീട്ടിൽ നിന്ന്, അത് ഞാൻ ഓഫീസിലോട്ട് കൊണ്ടുവന്നു. സോ മെയിനായിട്ട് പുള്ളിക്കാരനുണ്ടെങ്കിൽ നമ്മൾ ഈ വലിയ ടാങ്ക്സിനെല്ലാം നമ്മൾ കൈ ഇട്ടിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ വലിയ മീനുണ്ടാകുമ്പോൾ അവന്മാർ ചാടും. പിന്നെ ടാങ്ക് സൈക്ലിങ്ങിന് സ്റ്റെബിലിറ്റി ഇട്ടിട്ടൊക്കെ നമ്മളൊരു 15-20 ദിവസം ഇട്ടിട്ട് സൈക്ലിങ് ചെയ്തു. അപ്പോഴേ നമ്മളെ ബെനിഫിഷ്യൽ ബാക്ടീരിയ എല്ലാം ടാങ്കിൻ്റെ അകത്ത് ബിൽഡപ്പ് ആവും. അതുകൊണ്ട് അത് പ്രകാരം നമ്മൾ ടാങ്കിലിട്ടിട്ട് സൈക്ലിങ്ങിൻ്റെ പ്രോസസ്സ് തുടങ്ങി. ഇതിൽ യൂസ് ചെയ്ത ഫിൽറ്റർ വന്നിട്ട് സൺസണിൻ്റെ 702 ഫിൽറ്ററാണ്. അത് 2 ഔട്ട്പുട്ടുള്ള ഒരു നല്ലൊരു പവർഫുൾ ഫിൽറ്ററാണ്. ഹാങ് ഓൺ ബാക്കാണിത്. ഇത് ഞാൻ ആമസോണിലാണ് വാങ്ങിച്ചത്. നോക്കട്ടെ, ലിങ്ക് കിട്ടിയാൽ ഞാനിടാം. എയർ പമ്പും സൺസണിൻ്റെ എയർ പമ്പ് തന്നെയാണ്. ഇതിൻ്റെ ബോക്സ് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇത് ആദ്യം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്, പക്ഷേ ഇപ്പോൾ അത് ആമസോണിൽ ഉണ്ടെന്ന് തോന്നുന്നു. CT201 ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിൻ്റെ ഭയങ്കര സൈലൻ്റ് ആണ്, നല്ല പവറുണ്ട്. നല്ല പവർ കൂടുമ്പോൾ ജനറലി ഭയങ്കര ശബ്ദം വരും. പക്ഷേ ഇത് ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പമ്പാണ്. അപ്പോൾ അതും ആ കണക്ഷനാണ് നമ്മൾ സ്പ്ലിറ്ററിലോട്ട് എടുത്തിട്ടത്. സോ ഓവറോൾ നമ്മളെ ഫിൽട്രേഷൻ ഇപ്പോൾ ഒരു ഹാങ് ഓൺ ബാക്കും ഒരു സ്പോഞ്ച് ഫിൽറ്ററും പിന്നെ കുറച്ച് ഏരിയേഷന് ഒരു എയർ സ്റ്റോണും. ലൈറ്റിനെ ഞാൻ എന്താ ചോദിച്ചാൽ കുറച്ച് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പീസ് വെച്ചിട്ട് അതിനെ നമ്മൾ കുറച്ച് ഹൈറ്റിലോട്ട് വെച്ചു. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ത്രോ കിട്ടും, ലൈക്ക് കുറച്ചും കൂടി സ്പ്രെഡ് കിട്ടും ലൈറ്റിന്. റൂഫ് നമ്മൾ ഗ്ലാസ്സിലാണ് ചെയ്തത്. 5 mm ഗ്ലാസ്സിന് കറക്റ്റായി സൈസ് നോക്കിയിട്ട് കട്ട് ചെയ്തു. എന്താ വെച്ചാൽ കുറച്ച് ഹെവി വേണം. എന്താ വെച്ചാൽ ഫ്ലവർ ഓൺസ് എല്ലാം ചാടുന്ന മീനുകളാണ്. അതുകൊണ്ട് അക്രലിക്കിൽ റൂഫ് ചെയ്താൽ അവന്മാർ അത് പുറത്തെത്തിക്കോളും. അതുകൊണ്ട് ഗ്ലാസ്സിൽ തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് സൈസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കോർണേഴ്സ് എല്ലാം പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ റൂഫ് നമ്മൾ സെറ്റാക്കിയത്. സോ ഓവറോൾ നല്ലൊരു ഫ്ലോ കിട്ടി, നല്ല സൈക്കിൾ ടൈമാണ്. നമ്മളൊരു 15 to 20 days സൈക്കിൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മൾ വലിയ മീൻ ആഡ് ചെയ്യുന്ന മുമ്പേ. സോ അതെല്ലാം നമ്മൾ ചെയ്തു. അപ്പോൾ ഓവറോൾ ഇപ്പോൾ ഫൈനലി നിങ്ങൾക്ക് കാണാം ടാങ്ക് സൈക്ലിങ്ങിന് ഇങ്ങനെയാണ് ഉള്ളത്. ഇപ്പോൾ കുറേ വെള്ളമെല്ലാം ക്ലിയറായി. ഇപ്പോൾ ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ പുള്ളിനെ ഒന്ന് കയറ്റണം ടാങ്കിലോട്ട്. ഫൈനലി നമ്മളെ ബഡി നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടെത്തി. ഓവറോൾ വളരെ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ സ്ഥലമുണ്ട്. 18 ഇഞ്ച് ഡെപ്ത് ഉണ്ടാകുമ്പോൾ പുള്ളിക്കാരന് ഉള്ളിൽ ചുറ്റിക്കളിക്കാൻ നല്ല സ്ഥലം ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ ഒരു കളറും എല്ലാം ഗ്രോത്തും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മുമ്പേ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇതെല്ലാം ഫ്ലവർ ഓൺസ് എല്ലാം നമ്മളൊരു മോൺസ്റ്റർ ഫിഷിൻ്റെ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ അവർക്ക് സ്ഥലം കൊടുത്താൽ അവർ നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും, നല്ലോണം സൈസും വെക്കും. ഓവറോൾ ഇതാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവർ ഓൺ ടാങ്ക് സെറ്റപ്പ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രിപ്ഷൻ. പുതിയ ചാനലാണ്, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ഇടുക. കമൻറ്റ് ഇട്ടാലേ നമുക്ക് നമ്മൾ ചെയ്യുന്ന സംഭവം നല്ലതാണോ ചീത്തയാണോ എന്തുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക. ചീത്തയാണെങ്കിൽ കമൻറ്റ് വേണ്ട, ഒരു ഡിസ്ലൈക്ക് അടിച്ച്. ചീത്ത കമൻറ്റെല്ലാം കണ്ടിട്ട് നമുക്ക് ടെൻഷനാവും. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്തായാലും. പിന്നെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ട് frapperakwa.com. സമയം കിട്ടുമ്പോൾ എന്തായാലും ക്ലിക്ക് ചെയ്തിട്ട് പോവാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തമിഴ്
ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ് ഈ വേറെ 4 ലാംഗ്വേജസ് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം നമ്മളെ റീജിയണൽ ചാനൽസിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോ വരുന്നവരേക്കും കാണാം. കമൻറ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ.